തരമാറ്റിലാണെങ്കിൽ പൊട്ടിക്കരയുന്ന നവ്യയെ നമുക്ക് കാണാനായിട്ട് കഴിയും. സാത്വിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അതായത് നമ്മുടെ നവ്യയുടെ അടുത്താണെങ്കിൽ കനക പറയുന്നുണ്ട്, നീ എത്രത്തോളം ആഭി എന്ന ചതിയനെ വിശ്വസിക്കുന്നോ നീ അത്രമാത്രം കുഴിയിലേക്ക് പോവുകയുള്ളൂ മോളെ, അല്ലാണ്ട് നിനക്കൊരു കരകയറൽ ഉണ്ടാകില്ല എന്ന് പറയുന്നു. കണ്ണു അടച്ച് നീ അവനെ വിശ്വസിക്കുന്നില്ലേ, അവൻ നിനക്ക് യാതനകൾ മാത്രമേ തരികയുള്ളൂ. അവൻ നിന്നെ വലിയ തകർച്ചയിലേക്ക് എത്തിക്കുകയുള്ളൂ. അവനെക്കൊണ്ട് നിനക്കൊരു ഉപകാരവും ഉണ്ടാകില്ല എന്ന് പറയുന്നു. പരമാവധി നീ എത്രയും പെട്ടെന്ന് AN ജ്വല്ലറിയിൽ നിന്നും പിൻവാങ്ങുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും സാധ്യമല്ല, ഞാൻ അതിനൊരിക്കലും ഒരുക്കമല്ല എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ കനക പറയുന്നുണ്ട്, എങ്കിൽ നീയും നാശത്തിന് തയ്യാറായിക്കോളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അല്ലേലും നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് നാശം തന്നെയാണ്. സത്യം തിരിച്ചറിഞ്ഞിട്ടും അവനെ വിശ്വസിക്കുന്നു. ഞങ്ങളൊക്കെ നിൻ്റെ മുൻപിൽ കള്ളത്തരം പറയുന്നവരല്ലേ, പറഞ്ഞിട്ടെന്താ കാര്യം, ഞങ്ങളുടെ വിധി അല്ലാതെ എന്തു പറയാനാണ് എന്ന് പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോകുമ്പോൾ അമ്മ പറഞ്ഞതൊക്കെ 100% ശരിയാണ്. തൻ്റെ ജീവിതം തകർന്ന നിലയിലാണ്, താനത് തിരിച്ചറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി എന്ന് വിശ്വസിക്കുന്ന നവ്യയാണെങ്കിൽ ആകെ അമ്മയുടെ വാക്ക് കേട്ട് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അമ്മയെ ഓർത്തും സഹോദരങ്ങളെ ഓർത്തും അവരെ വിശ്വസിക്കാത്തതിനെ ഓർത്തും വളരെയധികം ദുഃഖത്തിലാണ് നവ്യ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, കൂട്ടുകാരെ, അപ്പോൾ